The HCF of two numbers A and B is 5 and their LCM is 200. Find the product of AB. ഇത് 2019 CBSE ചോദിച്ച ചോദ്യമാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുന്നത്, രണ്ട് നമ്പർ, ഒരു നമ്പർ എ ഒരു നമ്പർ ബി, ഇതിൻ്റെ രണ്ടിൻ്റെയും HCF 5ആണ്, അതിൻ്റെ LCM 200 ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദി പ്രൊഡക്റ്റ് ഓഫ് എ ബി, എയുടെയും ബിയുടെയും പ്രൊഡക്റ്റ് കാണണം. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ ഉണ്ടായിന്. ആ ഇക്വേഷൻ്റെ ക്ലാസ് ഞാൻ വിശദമായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ദ റിലേഷൻ ബിറ്റ്വീൻ നമ്പേഴ്സ് ആൻഡ് ദെയർ HCF ആൻഡ് LCM, ഇതാണ് ആ ക്ലാസ്. LCMും HCFും ഈ നമ്പറുകളും എ ബി എന്ന് പറഞ്ഞ നമ്പറും തമ്മിലുള്ള ബന്ധം എന്താണ്? LCM ഇൻറ്റു HCF ഈക്വൽ ടു A ഇൻറ്റു B. ഇതാണ് ആ ബന്ധം. 3 ഇക്വേഷൻ നമുക്ക് കിട്ടും. അതായത് ഈ ഒറ്റ ഇക്വേഷൻ പഠിച്ചാൽ മതി, ബാക്കി 2 ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾ കാണണം കേട്ടോ. ഈ റിലേഷൻ അറിയാത്തവർ ഇപ്പോൾ ഈ ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ അറിയണം. അപ്പോൾ ഇക്വേഷൻ എന്താ? LCM ഓഫ് AB ഇൻറ്റു HCF ഓഫ് AB ഈക്വൽ ടു A ഇൻറ്റു B. അതായത് ഈ രണ്ട് നമ്പറിൻ്റെ പ്രൊഡക്റ്റും അതിൻ്റെ LCMും HCFും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് ഒരേ ആൻസർ കിട്ടും. ഇതാണ് ഇക്വേഷൻ. ഇനി നമുക്ക് ചോദ്യത്തിൽ എന്തൊക്കെ തന്നിട്ടുണ്ട് നോക്കാം. HCF തന്നിട്ടുണ്ട്. HCF ഓഫ് AB എന്താ തന്നത്? 5. LCM ഓഫ് AB അതും എന്താ തന്നത്? അത് 200. നമ്മളോട് കാണാൻ പറഞ്ഞ എന്താ? പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ്. ആ 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് A and B. ഇതിൻ്റെ പ്രൊഡക്റ്റ്, എയുടെയും ബിയുടെയും പ്രൊഡക്റ്റ് കാണാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്താൽ മതി? LCMും HCFും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ A ഇൻറ്റു B കിട്ടും അല്ലേ? LCM ഇൻറ്റു HCF ഈക്വൽ ടു A ഇൻറ്റു B ആണ് ഇക്വേഷനിൽ പറയുന്നത്. അപ്പോൾ LCM എന്താ? 200 ഇൻറ്റു HCF എന്താ? 5 ഈക്വൽ ടു A ഇൻറ്റു B. 2 ഇൻറ്റു 5 10, ഈ 2 0 ചേർത്ത് ഈക്വൽ ടു AB. അപ്പോൾ AB എന്ന് പറഞ്ഞാൽ എന്താ? 1000. ഇത്ര പണിയുള്ളൂ, നല്ല ഈസിയല്ലേ ചെയ്യാൻ. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ വന്നത് എന്ന് അറിയാൻ നിങ്ങളിതിൻ്റെ മുമ്പത്തെ ഈ ക്ലാസ് ഒന്ന് കാണണേ. ഇതിൽ ഞാൻ നമ്പറൊക്കെ വെച്ചിട്ട് എക്സാമ്പിളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ.